സെലിൻ. അവൾക്ക് ഏകദേശം 35 വയസ്സ് പ്രായം. ഒരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് വീട്ടിലെ പണിയെല്ലാം തീർത്തിട്ട് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ അവൾ സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് കണ്ണോടിച്ചു. സോഷ്യൽ മീഡിയയിൽ അവൾ ഒരു പരസ്യം കണ്ടു. അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ, ഒരു മാളിൽ ഒരു വലിയ സെയിൽ നടക്കുന്നു. വമ്പിച്ച ആദായ വിൽപ്പന. അവൾ പിന്നെ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് റെഡിയായി അടുത്തുള്ള മാളിലേക്ക് വണ്ടിയും എടുത്ത് ഓടിച്ചു പോയി. അവിടെ മാളിൽ ചെന്നു, പാർക്ക് ചെയ്തു. അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവൾ വാങ്ങി തിരിച്ചു വന്നപ്പോൾ അവൾ മറന്നുപോയി എവിടെയാണ് അവളുടെ കാർ അവർ പാർക്ക് ചെയ്തത്. അവൾ പല സ്ഥലത്തും അന്വേഷിച്ചു നോക്കി. ഇത് വലിയ മാളാണ്, മൾട്ടി സ്റ്റോറി പാർക്കിംഗ്. എല്ലായിടത്തും അന്വേഷിച്ചു, കണ്ടെത്താനായില്ല. അവൾക്ക് ആകെ വിഷമമായി. അവിടുത്തെ മാളിലെ സെക്യൂരിറ്റിയുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചു. സെക്യൂരിറ്റി അവളെ ഹെൽപ്പ് ചെയ്തു അത് കണ്ടുപിടിക്കാനായി. അവസാനം 1-2 മണിക്കൂർ നേരം മാളിൻ്റെ എല്ലായിടത്തും സെക്യൂരിറ്റിയുടെ വണ്ടിയിൽ ചുറ്റിക്കറങ്ങി അവസാനം അവൾ എവിടെയാണ് കാറ് പാർക്ക് ചെയ്തതെന്ന് കണ്ടെത്തി. ഇത് സെലിനെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഇവൾക്ക് പലപ്പോഴും പല കാര്യങ്ങളും മറക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഉദാഹരണത്തിന്, പലപ്പോഴും പലരുടെയും പേരുകളെല്ലാം ഓർത്തു വയ്ക്കാൻ സെലിന് ഒരിക്കലും കഴിവുണ്ടായിരുന്നില്ല. ഏകദേശം ഒരാഴ്ച മുന്നേ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് എടുക്കുന്ന എക്സിറ്റിന് പകരം സെലിൻ മറ്റൊരു എക്സിറ്റ് എടുത്ത് ഒത്തിരി കറങ്ങി തിരിഞ്ഞാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഇങ്ങനെ 2-3 ഇൻസിഡൻസ് കഴിഞ്ഞപ്പോൾ സെലിൻ ഇത് തൻ്റെ ഭർത്താവിനോടും മറ്റുള്ള സുഹൃത്തുക്കളോടും പങ്കുവച്ചു. അവൾക്ക് തോന്നി അവൾക്ക് എന്തോ വലിയ അസുഖമാണ്, എന്തോ മറവിയുടെ അസുഖം തുടങ്ങിയിരിക്കുന്നു എന്നവൾ ചിന്തിച്ചു. സെലിന് ഉണ്ടായ ഈ അനുഭവം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് എന്തെങ്കിലും വലിയ അസുഖത്തിൻ്റെ തുടക്കമാണോ? ഒരിക്കലുമല്ല. സെലിൻ തിരക്ക് പിടിച്ച് ആ മാളിലേക്ക് പോകുമ്പോൾ അവളുടെ ചിന്ത ഒന്നു മാത്രമായിരുന്നു. മാളിൽ പോയി ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ വാങ്ങിക്കണം. അതുമാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനിടയിൽ കാർ എവിടെയാണ് പാർക്ക് ചെയ്തത് എന്ന് ശ്രദ്ധിക്കുവാൻ അവൾ മറന്നു. പിന്നെ സെലിൻ വണ്ടി ഓടിച്ചു വന്നപ്പോൾ വീട്ടിലേക്ക് എടുക്കുന്ന എക്സിറ്റിന് പകരം മറ്റൊരു എക്സിറ്റ് എടുത്തത്. ന്യൂറോ സയന്റിസ്റ്റ് ഇതിനെ പറയുന്നത് പ്രൊസീജിയറൽ മെമ്മറി എന്നാണ്. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മുടെ മെമ്മറിയിൽ അതൊരു പ്രൊസീജിയറായി അതവിടെ കിടക്കും. പിന്നീട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കത്ര അറ്റൻഷൻ വേണമെന്നില്ല. കോൺഷ്യസ് അറ്റൻഷൻ അവിടെ നമുക്ക് ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ മെമ്മറിയിൽ എങ്ങനെ പോകണമെന്ന് അത് ഓട്ടോമേറ്റഡ് ആണ്. പക്ഷേ ചിലപ്പോൾ നാം പകൽ സ്വപ്നങ്ങൾ കണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളുടെ ഓട്ടോമേറ്റഡ് പ്രൊസീജിയറിനെ ഈ പകൽ കിനാവ് കാണുന്നത് കൊണ്ട് അതിൻ്റെ മീതെ അത് ഓവർ റൈറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് സെലിന് സംഭവിച്ചത്. മറ്റു ഭയക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സെലിൻ്റെ മറ്റൊരു പ്രശ്നം പേര് മറക്കുന്നതാണ്. പേര് മറക്കുന്നതിന് നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഒരു പേര് തന്നെ എടുക്കാം, സെബാസ്റ്റ്യൻ. ലക്ഷക്കണക്കിന് സെബാസ്റ്റ്യൻ എന്നു പേരുള്ള ആളുകളുണ്ട്. ഓരോ സെബാസ്റ്റ്യനും ഓരോ മുഖങ്ങളാണ്. അതേസമയം നമ്മൾ ഒരു പച്ചക്കറി കടയിൽ പോയാൽ
ആപ്പിൾ എടുക്കാൻ പോയ ഒരു ആപ്പിളിന് ഒരു ഫേസ് ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓറഞ്ചിന് അതുപോലെ, ഓറഞ്ച് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അത് ഓറഞ്ചാണ്. അതുപോലെ തന്നെ ഓരോ വസ്തുക്കൾക്കും നമുക്കറിയാം അതിന് ഒരു ഫേസ് ഉണ്ട്. പക്ഷേ മനുഷ്യന്റെ പേരുകൾക്ക് പല പല ഫേസുകളാണ്. അതുകൊണ്ട് പേരുകൾ മറക്കുന്നത് സ്വാഭാവികമാണ്. ഏകദേശം 200ഓളം വർഷങ്ങൾക്ക് മുമ്പ് സാമുവൽ ജോൺസൺ പറഞ്ഞു, ദ ആർട്ട് ഓഫ് മെമ്മറി ഈസ് ദ ആർട്ട് ഓഫ് അറ്റൻഷൻ. നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിലെ ചെറിയ ഉദാഹരണങ്ങൾ എടുത്തു നോക്കാം. നിങ്ങൾ എന്താണ് ഇന്ന് രാവിലെ കഴിച്ചത്? എന്താണ് ഇന്നലെ രാവിലെ കഴിച്ചത്? ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഒരാഴ്ച മുന്നേ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിച്ചത്? ഒരു മാസം മുന്നേ ഡിന്നർ എന്തായിരുന്നു? ഓർക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ആർക്കും തന്നെ സാധിക്കുകയില്ല. പക്ഷേ 2 വർഷം മുന്നേ നിങ്ങളുടെ ഉറ്റ സുഹൃത്തിൻ്റെ വീട്ടിൽ നിങ്ങൾ ഒരു ട്രിപ്പിന് പോയപ്പോൾ എന്താണ് കഴിച്ചത്? ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിച്ചേക്കാം. കാരണം സാമുവൽ ജോൺസൺ പറഞ്ഞ പോലെ the art of memory is the art of attention. There was some connection. 2 വർഷം മുന്നേ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചപ്പോൾ നമുക്ക് എന്തോ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ നമ്മുടെ മെമ്മറിയുമായി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, എല്ലാ മറവികളും അൽസൈമേഴ്സിൻ്റെ ആരംഭമല്ല. ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ഡെയിലി കാണുന്ന വ്യക്തികളുമായി അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളുമായി നമ്മൾ ഒരുപക്ഷെ പ്രോപ്പർ അറ്റൻഷൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മൾ എൻജോയ് ചെയ്യാതെ ചെയ്യുമ്പോഴാണ് പല മറവികളും ഉണ്ടാവുന്നത്. എല്ലാ മറവികളും അൽസൈമേഴ്സിൻ്റെ ആരംഭമല്ല. ഓരോ നിമിഷവും നമുക്ക് നാം ചെയ്യുന്ന കാര്യങ്ങൾ അറ്റൻഷനോടുകൂടി ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. മറ്റുള്ള സുഹൃത്തുക്കളുമായി നമുക്ക് നല്ല ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. നല്ല നല്ല സൗഹൃദങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല മെമ്മറി, നല്ല ഓർമ്മ, അതാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.